നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ വാട്ട് ഇസ് ജി എസ് ടി, അതുപോലെ എന്താണ് ഇൻപുട്ട് ടാക്സ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ്, അങ്ങനെ ജി എസ് ടി, HSN കോഡ്, അങ്ങനെ ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളായി ഇന്നലത്തെ ക്ലാസ്സിലിട്ടെ. ഇനി ആ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് വേണമെങ്കിൽ കയറി കാണുക, ആവശ്യമെങ്കിൽ കയറി കാണുക. നിങ്ങളുടെ ആവശ്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ തോന്നും, പഠിക്കാനും തോന്നും. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന്. നമ്മൾ ഇപ്പോൾ പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുസ്തകത്തിൽ ഏകദേശം 147-ാമത്തെ പേജിലായിരിക്കണം നിങ്ങളുടെ പുസ്തകത്തിൽ കിടക്കുന്നത്. എൻ്റെ പുസ്തകത്തിലാണ്. ഫ്രണ്ടിൽ നിന്നല്ല ഞാൻ തുടങ്ങിയത്, ഇടയ്ക്ക് വെച്ചാണ് ഞാൻ മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജി എസ് ടിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജി എസ് ടിക്കകത്ത് 1 2 3 4 5 6 എന്ന് പറഞ്ഞുകൊണ്ട് കുറേ നമ്പറുകൾ ഇട്ട് ഒരു 18 കാര്യങ്ങൾ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 18 കാര്യങ്ങൾ. ഇതിലേത് വേണമെങ്കിലും പാട്ടി കയറി ചോദിക്കാം, ഒന്നിൽ കൂടുതലും വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണത് പഠിക്കണം എന്ന് നിർബന്ധം പറയാം. ദെൻ നമ്മൾ ഇനി അടുത്ത HSN കോഡ് വരെ എന്നല്ല പറഞ്ഞത്. ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമിക്കൾച്ചർ, ഇന്റർനാഷണലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് നെയിമിങ്, ക്ലാസിഫൈങ് ആൻഡ് ഐഡന്റിഫൈങ് ദ പ്രൊഡക്ട്സ് ആണ്. ദെൻ 10ാമത്തെ കാര്യം അഗ്രിഗേറ്റ് 147 ജി എസ് ടിയുടെ കണ്ടിന്യൂവേഷൻ. ജി എസ് ടി എടുക്കാം, മൊഡ്യൂൾ 4 ജി എസ് ടി. അതിന് 10ാമത്തെ പോയിന്റ് ആണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്താണ്. അപ്പോൾ നിങ്ങൾ ടാക്സ് ഒന്നും പഠിക്കുന്നവരല്ല, അപ്പോൾ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇത് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ് മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈസ് എക്സെപ്റ്റ് സപ്ലൈസ്, export of goods and services, and interstate supplies of a person having the same PAN, computed on the pan-India basis and excluding taxes. However, the value of inward supplies on which taxation is based on reverse charge mechanism shall not be admitted. അതായത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടാക്സബിൾ പേഴ്സൺ ആരാണെന്ന് ഇന്നലെ പറഞ്ഞതാണ്. അയാൾക്ക് ഒരുപാട് സപ്ലൈസുകൾ അയാൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടാക്സബിൾ സപ്ലൈകളുടെ ടോട്ടൽ ടേൺ ഓവറിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുക. അതിനകത്ത് എക്സെപ്റ്റ് സപ്ലൈകൾ ഉണ്ടാവും, അതായത് ടാക്സ് ഫ്രീ സപ്ലൈകൾ ഉണ്ടാവും, അതൊക്കെ കുറയ്ക്കുക. അതായത് സെയിം പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ ടാക്സബിൾ സപ്ലൈകളുടെയും ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുക. സെയിം പാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള എല്ലാ ടോട്ടൽ ടാക്സബിൾ സപ്ലൈയുടെയും അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ്. കമ്പ്യൂട്ടഡ് ഓൺ പാൻ ഇന്ത്യ ബേസിസ് എക്സ്ക്ലൂഡിങ് ടാക്സസ്, അതായത് ആദ്യമേ ടാക്സബിൾ സപ്ലൈ എന്തെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം അതിനകത്ത് ടാക്സ് കുറച്ചിട്ടുള്ള വാല്യൂവിനെ അല്ല കാണിക്കുക, ബിഫോർ ടാക്സ് ആണ്. ഇപ്പോൾ സപ്ലൈകൾ നടത്തി ഒരു 10 ലക്ഷം രൂപയുടെ സപ്ലൈ നടത്തി, അതിനകത്ത് ജി എസ് ടി ആയിട്ട് ഇപ്പോൾ 1 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ ആ 1 ലക്ഷം കുറയ്ക്കാതെ തന്നെ ആദ്യം നടത്തിയ ടോട്ടൽ സപ്ലൈയുടെ വാല്യൂവിനെയാണ് ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള വാല്യൂവിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുക. However, the value inward supply on which taxation is based on reverse charge mechanism shall not be admitted. നമ്മൾ എന്താണ് റിവേഴ്സ് ചാർജ് എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? സാധാരണ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയറിലൂടെയാണ് കസ്റ്റമർ ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കുക. എന്നാൽ റിവേഴ്സ് ചാർജിന്റെ പ്രത്യേകത നമ്മുടെ കസ്റ്റമർ ഡയറക്റ്റ് ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് വിളിക്കുക. ആ മെക്കാനിസം ഒക്കെ ഫോം ചെയ്യുന്നത് സപ്ലയറിന് ടാക്സ് അടയ്ക്കാൻ പറ്റാത്ത മേഖലയിലൊക്കെയാണ് സപ്ലയർ താമസിക്കുന്നതെങ്കിലാണ് ഇങ്ങനത്തെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെ ജി എസ് ടി ഗവൺമെന്റിലോട്ട് അടയ്ക്കാം. അപ്പോൾ അത് ഇവിടെ അഗ്രിഗേറ്റ് ടേൺ ഓവറിൽ നിന്ന് റിഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ടാക്സബിൾ സപ്ലൈ എന്തൊക്കെ എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്? ടാക്സുകളും അതിനകത്ത് എക്സ്ക്ലൂഡിങ് ടാക്സ് ആണ്, അതേപോലെ തന്നെ റിവേഴ്സ് ചാർജ് എക്സ്ക്ലൂഡിങ് ആണ്, പിന്നെയും എക്സംപ്റ്റ് സപ്ലൈസുകൾ ഉണ്ടാവും. അത് നമ്മൾ വരുന്ന പേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുള്ള ടോട്ടൽ വാല്യൂ ഓഫ് സപ്ലൈ ആണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് വിളിക്കുക. ദെൻ ഇനി അടുത്ത ഭാഗം 11ാമത്തേത് കോമൺ പോർട്ടലാണ്. refers to the online GST portal
refers to the online കട്ടായില്ലല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് കോള് കയറി വന്നായിരുന്നു, അത് കട്ട് ചെയ്തു കേട്ടോ. ഓക്കെ. അപ്പോൾ റിഫേഴ്സ് ടു ദ ഓൺലൈൻ GST പോർട്ടൽ അപ്രൂവ്ഡ് ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ കൗൺസിൽ. കൗൺസിൽ എന്താണെന്ന് ഇനി നമ്മൾ പഠിക്കും. GST കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ മൂലം സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ GSTക്ക് ഒരു കോമൺ പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. GST രജിസ്റ്റർ ചെയ്യാനും GSTയുടെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ GSTയുടെ പേയ്മെന്റ് നടത്താനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട് ഇന്ന് നിലവിൽ. അപ്പൊ അതിനെയാണ് കോമൺ പോർട്ടൽ എന്ന് വിളിക്കുക. അപ്പൊ എന്തിന്റെ റെക്കമെൻഡ് പ്രകാരമാണ്? GST കൗൺസിലിന്റെ റെക്കമെൻഡ് പ്രകാരമാണ് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി 12ാമത്തെ ഭാഗം, ഡീമെറിറ്റ് ഗുഡ്സ് ഇൻ ആൻ ഐറ്റം ഓഫ് ഓർ സർവീസ് whose consumption is considered unhealthy, degrading or otherwise socially undesirable due to perceived negative effect on the consumers themselves. അതായത് സൊസൈറ്റിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കൺസംഷൻ, അത് നമുക്ക് അൺഹെൽത്തി ആണ്, നമ്മളെ ഡീഗ്രേഡിങ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ടുബാക്കോ പ്രൊഡക്ട്സ് ഒക്കെ അങ്ങനെയാണ്. നമ്മളത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു നെഗറ്റീവ് എഫക്റ്റ് കൺസ്യൂമർക്ക് ഉണ്ടാകുന്നതാണ്. അപ്പം ആ ടൈപ്പ് ഗുഡ്സുകൾ എന്ന് പറയുന്നത് അതിനെ കോമൺലി വിളിക്കുന്നതാണ് ഡീമെറിറ്റ് ഗുഡ്സ് എന്ന്. ഇതൊക്കെ പാർട്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ആർ ഡീമെറിറ്റ് ഗുഡ്സ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം നെഗറ്റീവ്ലി ഇമ്പാക്ട് ഡീഗ്രേഡിങ് അൺഹെൽത്തി പ്രൊഡക്ട്സ് ആണിത്. ദെൻ എക്സാമ്പിൾ സഹിതം കൊടുക്കുക ടുബാക്കോ ബേസ്ഡ് പ്രൊഡക്ട്സ്. ദെൻ 13ാമത്തേത്, രജിസ്റ്റേർഡ് പേഴ്സൺ. എനിവൺ ഹൂ ഈസ് രജിസ്റ്റേർഡ് ഓർ ഈസ് ലയബിൾ ടു ബി രജിസ്റ്റേർഡ് ഫോർ GST അണ്ടർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്. രജിസ്റ്റേർഡ് പേഴ്സൺ മസ്റ്റ് ചാർജ് ആൻഡ് കളക്ട് GST ആൻഡ് ഫയൽ റിട്ടേൺ. ഏത് വ്യക്തിയുമാകാം GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തികളെ നമ്മൾ എന്തെന്ന് വിളിക്കും? രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വിളിക്കും. ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഉറപ്പായിട്ടും GST കളക്ട് ചെയ്ത് ഫയൽ റിട്ടേണുകൾ നടത്തിയിരിക്കണം. അതായത് മെയിനായിട്ടും സപ്ലയേഴ്സ് ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുക. കൺസ്യൂമർ ആണ്, ഫൈനൽ കൺസ്യൂമർ ആണ് GST കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ടാക്സ് പേ ചെയ്യുന്ന ആള് ഫൈനൽ കൺസ്യൂമറിൽ നിന്നാണ് GST എപ്പോഴും ഈടാക്കുക. അത് കളക്ട് ചെയ്ത് സപ്ലയറിന്റെ പേരിലാണ് ഗവൺമെന്റിലോട്ട് അടയ്ക്കുക. അപ്പൊ ആരാണോ GSTയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രജിസ്റ്റേർഡ് പേഴ്സൺ ഉറപ്പായിട്ടും GST കളക്ട് ചെയ്ത് ഫയൽ റിട്ടേൺ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് വിളിക്കും. ദെൻ 14, സീറോ റേറ്റഡ് സപ്ലൈ. Zero rated supply refers to supply of any goods and services are taxable, but their rate of tax is nil. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് നോട്ട് ടാക്സബിൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ 0 മാർക്ക് കിട്ടും. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ആണ്, പക്ഷെ അവിടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് നില്ലാണ്. ടാക്സബിൾ പ്രൊഡക്റ്റിന്റെ കീഴിൽ സീറോ റേറ്റഡ് ടാക്സ് അടയ്ക്കേണ്ടതാണ്. നമുക്ക് നോൺ ടാക്സബിൾ പ്രൊഡക്റ്റുകളുണ്ട്. നോൺ ടാക്സബിൾ പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മുടെ ടുബാക്കോ പ്രൊഡക്ട്സുകളും ആൽക്കഹോളിക്കും അതേപോലെ പെട്രോളിയം പ്രൊഡക്ട്സുകൾ, ഇതൊക്കെ നോൺ ടാക്സബിൾ പ്രൊഡക്റ്റുകളാണെന്ന് അറിയപ്പെടുന്നത്. അപ്പം നോൺ ടാക്സബിൾ പ്രൊഡക്റ്റഡ് അല്ല ഒരിക്കലും സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുക. സീറോ റേറ്റഡ് സപ്ലൈ എന്ന് പറയുന്നത് ടാക്സബിൾ ആണ്, പക്ഷെ അവരുടെ ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് നില്ലാണ്. എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എക്സെപ്റ്റഡ് ടാക്സ് സപ്ലൈ അല്ല സീറോ റേറ്റഡ്. നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അടുത്ത ഭാഗത്ത്. ദെൻ അടുത്തത് GST കൗൺസിലാണ്. പാട്ടിലൊക്കെ ചോദിക്കുക. ദ GST കൗൺസിൽ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഹെഡഡ് ബൈ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആസ് its chairman and the minister in charge of finance or taxation or any other minister nominated by each state government as its member. അപ്പോൾ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഈ GST കൗൺസിലിലോട്ട്
ഒരു മിനിസ്റ്ററിനെ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ നമ്മൾ നോമിനേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ GST കൗൺസിലിന്റെ മെയിൻ ആയിട്ടുള്ള ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ഓരോ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഈ GST കൗൺസിലിനകത്ത് ഉണ്ടാകും. ആസ് പെർ ആർട്ടിക്കിൾ 279A subsection 4, the council is ought to make recommendation to the union and state important issues like taxes, cesses and surcharges to the subsumed under the GST goods and services which may be subject to exempt GST rate of GST, model GST laws and other related matter. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അതിനൊരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിൽ അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാവും. അപ്പോൾ നമ്മുടെ GST കൗൺസിൽ എന്ന് പറയുന്നതും നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ചെയർമാൻ ആയിക്കൊണ്ട് എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോ നോമിനേറ്റഡ് മിനിസ്റ്റേഴ്സ് അതിനകത്തുണ്ടാകും. അവരുടെ ഒരു സംഘടനയാണ്. ഇവർ ജോയിൻ ചെയ്തുകൊണ്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യും. ഓരോ സ്റ്റേറ്റിൽ നിന്നും പിരിക്കുന്ന ടാക്സുകളെ പറ്റിയും സെസ്സസുകളെ പറ്റിയും അതേപോലെ സർചാർജുകളെ പറ്റിയും എല്ലാം അവിടെ ഡിസ്കസ് ചെയ്യും. അതേപോലെ കോമൺ ആയിട്ടുള്ള റേറ്റുകളെ പറ്റിയും GST കുറയ്ക്കണോ കൂട്ടണോ, GSTയുമായി ബന്ധപ്പെട്ട എല്ലാവിധ ലോസുകളും എല്ലാവിധ ഡിസിഷൻസുകളും എടുക്കുന്ന ഒരു കൗൺസിലാണ് GST കൗൺസിൽ എന്ന് പറയാം. അതിൻ്റെ മെയിൻ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. എല്ലാ സ്റ്റേറ്റിൽ നിന്നും മിനിസ്റ്റേഴ്സ് അതിൻ്റെ മെമ്പർ ആയിരിക്കും. അടുത്തത് GST റിട്ടേൺ ആണ്. ദ ഫോം ഓൺ which GST registered taxpayer will enter the details on his taxable supply etc. for calculation of his tax liability. ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കാനുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുക സപ്ലയർ. ഇത്ര രൂപയുടെ സപ്ലൈ നടന്നു, അതിന് ഇത്ര രൂപയുടെ ടാക്സ് ലൈബിലിറ്റി എനിക്ക് ഗവൺമെന്റിലോട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സപ്ലയേഴ്സ് മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യണം. The form on which a GST registered taxpayer will enter the details of his supplier taxable supply. GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സപ്ലയേഴ്സും എന്ത് ചെയ്യണം? മന്ത്ലി ആയിട്ട് സാധാരണ GST റിട്ടേൺ ചെയ്യാറ്. അവർ ആ മാസം നടന്നിട്ടുള്ള എല്ലാ ടാക്സബിൾ സപ്ലൈയുടെ വിവരങ്ങളും ഗവൺമെന്റിലോട്ട് അറിയിക്കണം. അയാളുടെ ടാക്സ് ലയബിലിറ്റി ഗവൺമെന്റിലേക്ക് കൊടുക്കാനുണ്ട് എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെയാണ് GST റിട്ടേൺ എന്ന് വിളിക്കുക. അടുത്തത് 17ാമത്തേത് ഇ-വേ ബില്ലാണ്. E-way bill is the short form of electronic way bill. It is a unique document electronically generated for the specific movement of goods one place to another, either interstate or intrastate. Is mandatory under GST if the value of the goods is more than 50,000. E-way bill is generated from GST portal by online or by SMS, either by seller or by the buyer. അതിനൊരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഒക്കെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തു. നമുക്ക് നമ്മുടെ ആ പർച്ചേസ് മോഡിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ആക്ച്വലി ആ പ്രോഡക്റ്റ് എവിടെ വരെ എത്തിയിരിക്കുന്നു, ഏകദേശം നമ്മുടെ സ്ഥലത്ത് എത്താൻ എന്തോരം നേരം കൂടെ വേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് അതിനകത്ത് നോക്കിയാൽ നമുക്ക് അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതൊരു ഇ-വേ ബില്ലിൻ്റെ കണക്ഷൻസുകളാണ്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ്, ബില്ല് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മൂവ്മെൻറ്റ് നമുക്കറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ GSTയിൽ ഇലക്ട്രോണിക് വേ ബില്ലുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു യുണീക്ക് ഡോക്യുമെൻ്റ് ആണ്. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വൺ പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിൽ നിന്നോ അല്ലെങ്കിൽ ഇന്റർസ്റ്റേറ്റോ ഇൻട്രാസ്റ്റേറ്റോ വിത്തിൻ സ്റ്റേറ്റോ വിത്തൗട്ട് എ സ്റ്റേറ്റോ നമ്മൾ GST വാല്യൂബിൾ ആയിട്ടുള്ള GST പേ ചെയ്യേണ്ട ഗുഡ്സുകൾ 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ അവിടെ നിർബന്ധമായും ഇ-വേ ബില്ലുകളിലൂടെ ആയിരിക്കണം അത് പർച്ചേസിങ് അല്ലെങ്കിൽ സെയിലുകൾ നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ പോർട്ടൽ ഉപയോഗിച്ച് GST പോർട്ടൽ ഓൺലൈനിൽ നമുക്ക് കയറിയാൽ SMS വഴിയായിട്ടും
സെല്ലറിനും ബയ്യറിനും SMS വഴിയായിട്ടും അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഇ-വേ ബില്ലുകൾ ജനറേറ്റ് ചെയ്താൽ നമുക്ക് ഇതിന്റെ മൂവ്മെന്റ് അറിയാനായിട്ട് സാധിക്കും എന്ന് പറയുന്നു, ഗുഡ്സുകളുടെ മൂവ്മെന്റുകൾ. അപ്പോൾ ഇ-വേ ബിൽ ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോണിക് വേ ബിൽ. ഇറ്റ് ഈസ് യുണീക് ഡോക്യുമെന്റ് ആണ്. എന്താണ്? ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ഫോർ ദ സ്പെസിഫിക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് വൺ പ്ലേസ് ടു അനദർ, എയ്തർ ഇന്റർസ്റ്റേറ്റ് ഓർ ഇൻട്രാസ്റ്റേറ്റ്. എപ്പോഴാണ് മാൻഡേറ്ററി ആയിട്ട് വരിക? 50,000 രൂപയിൽ കൂടുതൽ GST വാല്യുബിൾ ആയിട്ടുള്ള ഗുഡ്സുകളുടെ പർച്ചേസിങ് സെല്ലിംഗ് നടത്തുമ്പോഴാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. ദെൻ ഇനി ഒരു കാര്യം കൂടിയാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങളുടെ ടാക്സിലെ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, GST അവർ ഓൾറെഡി പഠിച്ച. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ITCയിൽ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ. നിങ്ങൾക്ക് ഇവിടെ ഒരു ഒറ്റ സെന്റൻസിൽ അവർ തന്നിരിക്കുന്നത്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻപുട്ട് GST പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ഔട്ട്പുട്ട് GST. കാൽക്കുലേറ്റിംഗ് നെറ്റ് GST പേയബിൾ ഈസ് കോൾഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇത്രയേ വന്നിട്ടുള്ളൂ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് ഞാൻ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ചെന്ന് ഞാനൊരു 100 ലാപ്ടോപ്പ് വാങ്ങി. 100 ലാപ്ടോപ്പ് വാങ്ങി. അപ്പോൾ ഞാനത് വാങ്ങിയപ്പം മാനുഫാക്ചർക്ക് അതിൻ്റെ ഒരു GST പേ ചെയ്തുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് 100 എണ്ണത്തിന്. അപ്പോൾ 100 എണ്ണത്തിന് ഒരെണ്ണത്തിൻ്റെ വില ഒരു 20,000 രൂപയായിരുന്നു എന്നിരിക്കട്ടെ മാനുഫാക്ചറിങ്ങിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിയപ്പം. അപ്പോൾ അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഞാൻ GST മാനുഫാക്ചർക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഞാനത് 20,000 എന്നുള്ളത് ഒരെണ്ണത്തിന് ഒരു 22,000, 2,000 രൂപ കൂട്ടി അടുത്ത സെല്ലർക്ക് ഞാൻ കൈമാറുക, റീറ്റെയിലർക്ക് കൊടുക്കുക. ഞാൻ ഹോൾസെയിലറാണ്, റീറ്റെയിലർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പം റീറ്റെയിലർ അത് പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ ടോട്ടൽ എമൗണ്ടിൻ്റെ പറയും പെർസെൻറ്റേജ് എത്രയാണെന്ന് കുറിച്ചല്ലേ നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എനിക്ക് ടാക്സ് ആയിട്ട് തരും, എൻ്റെ കയ്യിലോട്ടാണ് തരുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ ആ സാധനം മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ ടാക്സ് കൊടുത്തിട്ടാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. ഞാനത് മറച്ചു വിറ്റപ്പം ആ വാങ്ങിച്ച ആൾ എനിക്ക് വീണ്ടും ടാക്സ് തന്നു. ഞാൻ കൊടുക്കുകയും ചെയ്തു, എൻ്റെ കയ്യിലോട്ട് വരികയും ചെയ്തു. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ മാനുഫാക്ചർക്ക് കൊടുത്ത ടാക്സ് എത്രയാണോ അതെടുത്ത് ഞാൻ എൻ്റെ പോക്കറ്റിലിടും. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുക. ഞാൻ കൊടുത്ത ടാക്സ് എനിക്ക് എടുക്കുവാനുള്ള ഒരു റൈറ്റ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഏതിൻ്റെ വില കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഞാൻ 2,000 രൂപയും കൂടെ കൂട്ടിയാ അടുത്ത ആൾക്ക് കൊടുത്തേ. അപ്പോൾ എക്സസ് എമൗണ്ടിന്റെ ടാക്സ് ഗവൺമെന്റിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആദ്യത്തെ 20,000 രൂപയുടെ വരെ ടാക്സ് ഞാൻ ഓൾറെഡി പേ ചെയ്തിരുന്നു മാനുഫാക്ചർക്ക്. അത് മാനുഫാക്ചർ ഗവൺമെന്റിലോട്ട് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ സാധനം മറച്ചു വിൽക്കുമ്പം പിന്നീട് വാങ്ങിക്കുന്ന കൺസ്യൂമർ ഇതിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ ടാക്സ് തന്നെ എനിക്കും തരികയായി. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓൾറെഡി പേ ചെയ്തത് എൻ്റെ പോക്കറ്റിലിട്ടിട്ട് എക്സസ് എമൗണ്ട് എത്രയാണോ ഞാൻ കൂട്ടി വിറ്റത് ആ വസ്തുവിന് അതിൻ്റെ മാത്രം പെർസെൻറ്റേജ് എടുത്ത് ഗവൺമെന്റിലോട്ട് അടയ്ക്കും. ഞാൻ ഈ റീറ്റെയിലർ എന്താ ചെയ്യുന്നത്? റീറ്റെയിലർ ഇത് ഫൈനൽ കൺസ്യൂമറിന് വിൽക്കുക. അപ്പോൾ ഈ ഫൈനൽ കൺസ്യൂമറും ഇതിൻ്റെ എന്താ കൊടുക്കുക? ടോട്ടൽ ടാക്സ് റേറ്റ് ആ കൊടുക്കുക. ഇപ്പോൾ ഫൈനൽ കൺസ്യൂമറിലേക്ക് അത് എത്തിയപ്പോൾ ഒരു ലാപ്ടോപ്പിന് 25,000 രൂപയാണ്. അപ്പോൾ ഫൈനൽ കൺസ്യൂമർ എന്ത് ചെയ്യും? ഈ 25,000 രൂപയുടെ ടാക്സും റീറ്റെയിലർക്ക് കൊടുക്കും. റീറ്റെയിലർ എന്ത് ചെയ്യും? റീറ്റെയിലർ എത്രയാണോ ഹോൾസെയിലറിന് കൊടുത്തത് അത് ഇയാളുടെ പോക്കറ്റിലിടും, റീറ്റെയിലറിന്റെ പോക്കറ്റിലിടും. എന്നിട്ട് റീറ്റെയിലർ ഗവൺമെന്റിലോട്ട് പേ ചെയ്യുക. ഇയാൾ 22,000 വാങ്ങിയ സാധനം 25,000 വിറ്റെന്ന് പറഞ്ഞു, 3,000 രൂപ കൂട്ടിയേ വിറ്റ്. ഇയാൾ ഏതാ ഗവൺമെന്റിലോട്ട് കൊടുക്കുക? കൂട്ടി വിറ്റ 3,000 രൂപയുടെ ടാക്സ് മാത്രമാണ് ഗവൺമെന്റിലോട്ട് പേ ഓഫ് ചെയ്യുക. ഇപ്പൊ ഏറ്റവും അവസാനം വാങ്ങിയിരിക്കുന്ന ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ നിന്നാണ് ഈ ടാക്സ് 25,000 രൂപയുടെ പ്രൊഡക്റ്റിന്റെയും ടാക്സ് ഇപ്പൊ കളക്ട് ചെയ്തിരിക്കുന്നത്. ഫൈനൽ കൺസ്യൂമർ ആരാണോ അയാളിൽ നിന്നാണ് എപ്പോഴും GST ഈടാക്കുന്നത്. ഈ ഫൈനൽ കൺസ്യൂമർ എന്ന് പറയുന്ന വ്യക്തി ഇനിയിപ്പോ ഈ സാധനം വിൽക്കുമ്പം സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആയി പോകും. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സുകൾക്ക് ടാക്സുകളില്ല.
നമ്മൾ ന്യൂലി പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് നമ്മൾ എപ്പോഴും ടാക്സ് കൊടുക്കുക. അപ്പോൾ അതാണ് GSTയുടെ ITC എന്ന് പറയുക. ITC എന്ന് പറഞ്ഞാൽ ആ റീറ്റെയിലറും ഹോൾസെയിലറും ഒക്കെ പോക്കറ്റിലിട്ട ആ പൈസയാണ് ITC എന്ന് പറയാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇൻപുട്ട് GST പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്തത് ക്യാൻ ഡിഡക്റ്റഡ് ഫ്രം ഔട്ട്പുട്ട് GST. ഔട്ട്പുട്ട് GST ഇന്നലെ നമ്മൾ കണ്ട ഔട്ട്പുട്ട് GST സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് വരുന്നതാണ് ഔട്ട്പുട്ട് GST. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ടാക്സ് സെയിൽ ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ITC എന്ന് വിളിക്കുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ITC എന്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്തെന്നൊക്കെ നിങ്ങൾക്ക് ഏപ്പാട്ട് ചോദിക്കും. അപ്പോൾ ഇത് ഓർത്തിരുന്നോണം. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് GST ITC ആയിട്ട് നമ്മൾ പരിഗണിക്കുക. അപ്പോൾ ഇതിൻ്റെ അയാള് എന്താ പറയുന്നത്, ഇടനിലക്കാർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. ഈ GST ഒക്കെ വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ ITC ഒന്നുമില്ല. ഇപ്പൊ A Bക്ക് ഗുഡ്സ് കൊടുത്തു, B Aയുടെ കയ്യിലോട്ട് ടാക്സ് കൊടുത്തു, A അത് ഗവൺമെന്റിലോട്ട് അടയ്ക്കും. B അത് Cക്ക് കൊടുക്കും, Cയും ടാക്സ് എടുക്കും, അത് Bയും ഗവൺമെന്റിലോട്ട് അടയ്ക്കുന്നു. ടാക്സ് ഓൺ ടാക്സ് ആയിരുന്നു ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത് ടാക്സ് ഓൺ ടാക്സ് ആണ്. ടാക്സിന്മേ ടാക്സ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും ആ ഒരൊറ്റ പ്രൊഡക്റ്റിന് തന്നെ ഒരുപാട് ടാക്സുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ കൈമാറ്റം ചെയ്യുമ്പോഴും ഗവൺമെന്റിലോട്ട് ടാക്സ് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതായിരുന്നു നിലവിലുണ്ടായിരുന്ന സിസ്റ്റം. GST വന്നതോടുകൂടി ഒരു പ്രൊഡക്റ്റിന് ഒരൊറ്റ ടാക്സ് കൊടുത്താൽ മതി. ഇനി ആ പ്രൊഡക്റ്റിന്റെ വില എത്രയാണോ എക്സസ് ചെയ്ത് കൈമാറുന്നത്, ആ കൂട്ടി വിൽക്കുന്ന വിലയുടെ മാത്രം ടാക്സ് എങ്ങോട്ട് എപ്പോഴും പേ ചെയ്യണം, ഗവൺമെന്റിലോട്ട് പേ ചെയ്യണം. അല്ലാതെ അതിന്റെ ഒറിജിനൽ വിലയുടെ ടാക്സ് ഒരു വട്ടം മാത്രമാണ് ഗവൺമെന്റിലോട്ട് പോകുന്നു. അത് ഇടനിലക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരുന്നില്ല. ആരാ ഏറ്റവും അവസാനം കൊടുക്കുന്ന വ്യക്തി, അയാളുടെ പോക്കറ്റിൽ നിന്നാണ് കൊടുക്കുന്നത്. കാരണം അതിന്റെ തൊട്ട് മുമ്പ് വരെ കൊടുത്തിട്ടുള്ള വ്യക്തികൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും ടാക്സ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്. പക്ഷെ അത് സെയിൽ ചെയ്യുമ്പോൾ ആ ടാക്സ് അയാളുടെ കയ്യിലോട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ ഫൈനൽ കൺസ്യൂമർ ആണ് GST എപ്പോഴും പേ ചെയ്യുക എന്ന് പറയാം. ഇനി ടൈപ്സ് ഓഫ് GST കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഇന്നലെ ജസ്റ്റ് 3 പറഞ്ഞിരുന്നു. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോഴാണ് CGST ഈടാക്കുക, അതായത് ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ. SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇതും എങ്ങനെ തന്നെയാണ്, ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. INTRA ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ആ സ്റ്റേറ്റിൽ തന്നെ വിൽക്കുകയാണ് എങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് വിളിക്കും. ഇങ്ങനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈകൾ നടത്തുമ്പോഴാണ് CGSTയും SGSTയും ആ പ്രൊഡക്റ്റിൽ നിന്ന് ഈടാക്കുക ടാക്സ് ആയിട്ട്. എപ്പോഴും ഈ പ്രൊഡക്റ്റിന്റെ പെർസെൻറ്റേജിനെ 0.5% CGST ആയിട്ടും 0.5% SGST ആയിട്ടും ആയിരിക്കും ഈടാക്കുക. ദെൻ IGST എപ്പോഴും 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള, അത് ഇന്റർ സ്റ്റേറ്റ് സെയിലുകൾ നടത്തുമ്പോഴാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുകൾ ഈടാക്കുക. ദെൻ ഒരെണ്ണം കൂടെയുണ്ട്, UTGST ആണ്. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഇത് കോമൺലി നമ്മൾ യൂണിയൻ ടെറിട്ടറികളായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ, ദാദ്ര നഗർ ഹവേലി, ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ദമാൻ ആൻഡ് ദിയു എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറികളിലാണ് ഈ ടാക്സുകൾ ഈടാക്കുക. അപ്പോൾ അത്രയുമാണ് ടാക്സ് റേറ്റുകൾ. ദെൻ വീണ്ടും കൊടുത്തിട്ടുണ്ട് GST. കുറേ അധികം ടാക്സുകൾക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് GST നിലവിൽ വന്നത്. അന്ന് ഇന്ത്യയിൽ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിലോട്ട് കൊടുക്കുന്ന കുറേ പേരിലുള്ള ടാക്സുകൾ ഉണ്ടായിരുന്നു. അതായത് എക്സൈസ് ഡ്യൂട്ടി, സർചാർജ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സെൻട്രൽ സർവീസ് ടാക്സ്, സ്റ്റേറ്റ് വാറ്റ്, സ്റ്റേറ്റ് ലക്ഷറി ടാക്സ്, സ്റ്റേറ്റ് എൻട്രീസ് ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ്, ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടാക്സുകൾ കൊടുക്കേണ്ടി വന്നിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റി
ഒരൊറ്റ ഇൻഡയറക്റ്റ് ടാക്സ് GST എന്ന് പറയുന്ന പേരിൽ 2017 ഇന്ത്യയിൽ നിലവിൽ വന്നു. For the purpose of GST, goods and service tax are classified into 5 categories with separate tax rate. അതായത് 5 ടാക്സ് റേറ്റുകളാണ് ഇന്ന് GST കൗൺസിൽ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 0% GST, 5% GST, 12%, 18% and 28%. അങ്ങനെ 5 ടൈപ്പ് ടാക്സുകളാണ് ഇപ്പോൾ ഉള്ളത്. 0% എപ്പോഴും നമ്മൾ ഈടാക്കുന്നത് ഫുഡ് ഐറ്റംസിനാണ്. വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ഫിഷ്, ചിക്കൻ, എഗ്സ്, മിൽക്ക് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിന് നമ്മൾ 0% GST ആണ് ഈടാക്കുക. Then 5% GST എന്ന് പറയുന്നത് ഈടാക്കുന്നത് നമ്മൾ ഫുഡ് വെയർ, പാക്ക്ഡ് ഫുഡ് ഐറ്റംസുകൾ, ബ്രെഡ്, ക്രീം, സ്കിംഡ് മിൽക്ക് പൗഡർ, ഫ്രോസൺ വെജിറ്റബിൾസ്, ദെൻ ടീ, സ്പൈസസ് ഇങ്ങനെയുള്ള പാക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസുകൾക്ക് എപ്പോഴും 5% ആണ്. അൺപാക്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം 0% ആണ്. പാക്ക്ഡ് ആക്കി മാറ്റിയപ്പം 5% ആണ്. ദെൻ അതിന്റെ സർവീസസുകളെ പറ്റിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 0% ഉള്ള സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടൽ ലോഡ്ജസ് വിത്ത് ടാരിഫ് ബിലോ 1000 രൂപ ടാരിഫ് ബിലോയുള്ള ഹോട്ടൽ ലോഡ്ജസുകൾക്ക് 0% GST ആണെന്നും കൊടുത്തിട്ടുണ്ട് സർവീസിന്റെ ബേസിൽ. ദെൻ 5% സർവീസ് എന്ന് പറയുന്നത് റെയിൽവേ, എയർപോർട്ട്, സ്മോൾ റെസ്റ്റോറൻറ്റ്, ടെക്സ്റ്റൈൽ, ജോബ് വർക്ക് വിൽ ടാക്സ്ഡ് 5% എന്നാണ് പറയുക. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഗുഡ്സുകൾ 0% ഉള്ള ഗുഡ്സുകൾ ഏതൊക്കെയാണ്, 5% ഉള്ള ഗുഡ്സുകൾ ഏതൊക്കെയാണ്, 0% ഉള്ള സർവീസുകൾ, 5% ഉള്ള സർവീസുകൾ, അത് പഠിച്ചു വെക്കണം. അതിൻ്റെ എക്സാമ്പിളുകളൊക്കെ പാട്ടി ചോദിക്കും. ദെൻ അടുത്തത് 12% ആണ്. 12% മുതൽ 18% വരെ ഗുഡ്സ് GST ഈടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഡ്രൈ ഫിഷ് പാക്ക്ഡ് ഫോമുകൾ, ഫ്രൂട്ട് ജ്യൂസ്, ആയുർവേദിക് മെഡിസിന്, ടൂത്ത് പൗഡർ, അംബർല, സ്പൂണ്, ഫ്രോക്ക്, റബ്ബർ ബാൻഡ്, വുഡ്, ടേബിള്, കിച്ചൺ വെയേഴ്സ് എക്സെട്രാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം 12% ടാക്സിബിൾ ആണ്. അപ്പം അത് പറയുന്നത് കളിയാക്കാനല്ല, കളിയായിട്ട് എടുക്കരുത്. ഈ പ്രൊഡക്റ്റുകളുടെ പേരുകൾ എത്ര ശതമാനമാണെന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചോണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു 28% ടാക്സിബിൾ പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്. അപ്പം അത് ജസ്റ്റ് പഠിച്ചു വെച്ചോണം ഐറ്റമിൻ്റെ പേരുകൾ. ദെൻ 12% സർവീസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് റൺ ലോട്ടറി, നോൺ AC ഹോട്ടൽസ്, ബിസിനസ്, എയർ ടിക്കറ്റ്, ഫെർട്ടിലൈസേഴ്സ് വർക്ക് കോൺട്രാക്ട് ഇതിനെല്ലാം 12% സർവീസുകളാണ്. ദെൻ 18% എന്ന് പറഞ്ഞാൽ ഫുഡ് വെയർ എബവ് 1000 രൂപയിൽ കൂടുതലുള്ള ചെരുപ്പുകൾ, സോഫ്റ്റ്വെയർ, ബിസ്ക്കറ്റ്, കോൺഫ്ലേക്സുകൾ, ഫുഡുകൾ, ഐസ്ക്രീം, CCTV, ഒപ്റ്റിക്കൽ ഫൈബർ, ബാംബു ഫർണിച്ചർ, അലുമിനിയം ഫോയിൽസ്, ക്യാമറ, സ്പീക്കർ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം 18%. ഇനി സർവീസ് ഏതാണെന്ന് ചോദിച്ചാൽ AC ഹോട്ടൽ സെർവിങ് ലിക്വർ, ദെൻ റൂം ടാരിഫ് ബിറ്റ്വീൻ 2500 ആൻഡ് 7500 സ്റ്റാർ ഹോട്ടലിൻ്റെ റൂമുകൾ സർവീസുകളെല്ലാം 18% ആണ് ടാക്സബിൾ. ദെൻ ഒരു ടൈപ്പോടെ ഉള്ളൂ 28% GST കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവിധ ലക്ഷറി ഐറ്റംസുകൾക്കും 28% ആണ്. ലക്ഷറി ഐറ്റംസുകളായ വാൾപേപ്പർ, അല്ലെങ്കിൽ വാട്ടർ ഹീറ്റർ, ഡിഷ് വാഷസ്, വാഷിംഗ് മെഷീൻ, ഷേവിംഗ് ഐറ്റംസ്, ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക് വെയിറ്റിംഗ് മെഷീൻസുകൾ ഇതിനെല്ലാം നമ്മൾ 28% ആണ് ഈടാക്കുക. ദെൻ അതിൻ്റെ സർവീസ് ഏതെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ റേറ്റ് ഓഫ് 0.25% ഓൺ പ്രീഷ്യസ് ആൻഡ് സെമി പ്രീഷ്യസ് സ്റ്റോണുകൾ, 3% ഓൺ ഗോൾഡ് ഐറ്റംസുകൾ, 22% ഓർ അതർ ഹൈ റേറ്റ് ഈസ് ചാർജ്ഡ് ഐറ്റംസ്, എറേറ്റഡ് ഡ്രിങ്ക്സുകൾ, ലക്ഷറി കാറുകളുടെയൊക്കെ സർവീസുകൾക്കെല്ലാം നമ്മൾ 28% ആണ് ഈടാക്കുക. അപ്പോൾ ഒത്തിരി ഒന്നും പഠിച്ചു വയ്ക്കേണ്ട, എല്ലാ പെർസെൻറ്റേജിൻ്റെയും ഒരു 3 വെച്ച് അറ്റ്ലീസ്റ്റ് മിക്കപ്പോഴും പാട്ടി ചോദിക്കുന്ന 2 ഐഡൻറ്റിഫൈ നെയിം ചെയ്യാനാണ് പറയാം.
0%ന്റെ രണ്ട് ഐറ്റംസ്, രണ്ട് സർവീസ് ഏതെന്ന് ചോദിക്കാം. 5% GST ഈടാക്കുന്ന പ്രൊഡക്റ്റുകൾ, 12% GST ഈടാക്കുന്ന പ്രൊഡക്റ്റുകൾ, 18% ഈടാക്കുന്നത്, 28% ഈടാക്കുന്നത്. ഇപ്പൊ 28% എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് ഓടി വന്നേക്കണം ലക്ഷറി പ്രൊഡക്റ്റുകളാണ്. ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകൾ എല്ലാം ഇതിനകത്ത് വരും, വാഷിംഗ് മെഷീൻ, TV അങ്ങനെയുള്ള എല്ലാം. അപ്പൊ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാ പെർസെൻറ്റേജിന്റെയും 2 3 വെച്ച് പഠിച്ചു വെക്കാം.